നമസ്കാരം. ഓം ഓം ഓം. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാൽപജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഇപ്പോൾ രാമൻ ഉപദേശ രൂപേണ ചില തത്വങ്ങൾ ഖരനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ രാമന് ഖരനെ കൊല്ലാൻ ഒരു പ്രയാസവുമില്ല, ഒരു നിമിഷം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അക്കാര്യം. എന്നാലും ചില മുൻസൂചനകൾ ഒക്കെ കൊടുത്തിട്ട് വേണമല്ലോ അവനെ വധിക്കാൻ. അതിനുവേണ്ടി രാമൻ അവന് ചില ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അതെല്ലാം കേട്ടിട്ട് ഖരന് വളരെ കോപം വന്നു. എന്നിട്ട് രാമനെ കളിയാക്കിക്കൊണ്ട് അവനും ചിലതൊക്കെ പറയാൻ തുടങ്ങി. ഇങ്ങനെ വീൺവാക്കുകൾ പറയുന്നത് ഭോഷത്വമാണെന്ന് രാമനെ അല്പനായ ഖരൻ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നീ ഈ ആത്മപ്രശംസയൊക്കെ ചെയ്യുന്നത് നിൻ്റെ വിവരമില്ലായ്മ കൊണ്ടാണെന്ന് രാമനോട് പറയുന്നു. ഇത് വെറും അല്പത്തമാണെന്നും ഓർമ്മിപ്പിക്കുന്നു. രാമന് ഏറ്റവും ബലവാനായ ഖരനോട് ഒന്നും ചെയ്യാനൊക്കുകയില്ല എന്ന് ഖരൻ വീമ്പിളക്കുന്നു. ഞാൻ ഒന്നുകൊണ്ടും ഇളക്കം തട്ടാത്തവരാണ്, അത്ര വീര്യവാനും ബലവാനുമാണ് എന്ന് രാമനെ ഓർമ്മിപ്പിക്കുകയാണ് മൂഢനായ ഖരൻ. നിന്റെ പ്രാണൻ എടുക്കാൻ ഞാൻ മാത്രം മതി എന്നും പറയുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പ്രതിപാദ്യമെന്ന് നോക്കാം. ശ്ലോകം 24. ചതുർദശസഹസ്രാണി രാക്ഷസാനാം ഹതാനിതേ ത്വദ്വിനാശാത് കരോമ്യദ്യ തേഷാമശ്രുപ്രമാർജനം. ശ്ലോകം 24ൻ്റെ അർത്ഥം: 14,000 രാക്ഷസന്മാരും ഹതരായി. ഇപ്പോൾ നിന്നെ വധിച്ചും കൊണ്ട് ഞാൻ അവരുടെ കണ്ണീർ തുടയ്ക്കും. ശ്ലോകം 25-26. ഇത്യുക്ത്വാ പരമക്രുദ്ധഃ സഗദാം പരമാംഗദാം ഖര ചിക്ഷേപരമായ പ്രദീപ്താമശനിം യഥാം. ഖരബാഹുപ്രമുക്താ സാ പ്രദീപ്താ മഹതീ ഗദാ ഭസ്മ വൃക്ഷാംശഗുൽമാംശ കൃത്വാഗാത്തസ്വമീപതഃ. ഇപ്രകാരം പരമക്രുദ്ധനായി പറഞ്ഞിട്ട് അവൻ സ്വർണവലയങ്ങളാൽ അലങ്കൃതമായ ആ ഗദ ഇടുത്തി പോലെ രാമൻ്റെ നേരെ എറിഞ്ഞു. ഖരൻ എറിഞ്ഞ ഗദ മരങ്ങളെയും ചെടിപ്പടർപ്പുകളെയും ഭസ്മീകരിച്ച് അദ്ദേഹത്തിലേക്ക് അടുത്തു. ശ്ലോകം 27. താമാപതന്തിം മഹതിം മൃത്യുപാശോപമാം ഗദാം അന്തരീക്ഷഗദാം രാമച്ഛിച്ചേത ബഹുധാ ശരൈഹൈ. മൃത്യുപാശം പോലെ വന്ന് വീഴുന്ന ആ ശ്രേഷ്ഠമായ ഗദയെ ആകാശത്ത് വെച്ച് തന്നെ ശകലങ്ങളാക്കി രാമനെയ്ത അമ്പുകൾ. ശ്ലോകം 28. 29ാം സർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ഈ ശ്ലോകം. സാ വിശീർണാശരൈർഭിന്ന പപാത ധരണീതലേ ഗദാ മന്ത്രൌഷധിബലൈർവ്യാളീവ വിനിപാതിതാഹ. അമ്പേറ്റ് മുറിഞ്ഞ് ചിതറി ഭൂമിയിൽ പതിച്ച ഗദയുടെ അവസ്ഥ മന്ത്രൌഷധ ബലത്താൽ, അതായത് മന്ത്രം ചൊല്ലി പ്രയോഗിച്ച ഔഷധം, അങ്ങനെ മന്ത്രൌഷധ ബലത്താൽ വീഴ്ത്തപ്പെട്ട ക്രൂരമായ പൊൻപാമ്പ് പോലെ ആയി.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു.